ആ രണ്ടുപേരുടെ അടുത്താണ് നിങ്ങൾക്ക് ഉത്തരവാദിത്വം. അല്ലാതെ നിങ്ങളെ അപ്പോയിൻമെന്റ് ചെയ്ത ഗവൺമെന്റിന്റെ അടുത്തോ അല്ലെങ്കിൽ ഭരണാധികാരികളോടല്ല നിങ്ങൾ ഉത്തരവാദിത്വം എന്ന് കോടതി വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഈ ഡയറ്റ് എടുത്ത് അപ്പോഴേക്ക് പ്രമുഖനായി ചേട്ടൻ കാണുന്ന തന്ത്രിയാണോ? തീർച്ചയായിട്ടും തന്ത്രിയല്ല, മേൽശാന്തി തന്നെ. ഈ പുതിയ മേൽശാന്തി ചാർജ് എടുക്കുന്നതോടെ പഴയ മേൽശാന്തി ശബരിമലയിൽ നിന്ന് ഇറങ്ങുമല്ലോ. ഉടനെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നാണ് നമ്മുടെ കാര്യം. അദ്ദേഹമായിരുന്നു ഇതിന്റെ കസ്റ്റോഡിയൻ. ഈ ശബരിമലയിൽ നട തുറക്കാത്ത ദിവസങ്ങളിൽ ശബരിമലയുടെ ഒരു കസ്റ്റോഡിയൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഭഗവാന്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇതെല്ലാം ചെയ്യാനും മേൽനോട്ടം ചെയ്യാനും എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ തന്ത്രിയെയും മറ്റു ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അറിയിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ശബരിമല മേൽശാന്തി. ഈ കൈ നീട്ടി ദക്ഷിണ വാങ്ങാൻ മാത്രമുള്ള ഒരു മൂർത്തിയല്ല അത്. ആ മൂർത്തിയുടെ ജോലി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അത് അധികാരപ്പെട്ടവരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിസിൽ ബ്ലോവറും കൂടെയാണ് അദ്ദേഹം. അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ്. അത് ഇതിനെ വേറെ അന്വേഷിച്ചു പോകേണ്ട. ആ ക്ഷേത്രത്തിൻ്റെ മുഖപ്പിലുള്ളതാണ് 2 ദ്വാരപാലക ശില്പങ്ങളുടെ കവർ. അത് രണ്ടും കണ്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാമല്ലോ. എന്തുകൊണ്ട് അദ്ദേഹം അറിയിച്ചില്ല എന്നുള്ളതാണ്. ഇത് വളരെ യാദൃച്ഛികമായിട്ട് സ്വയംകൃതാനർത്ഥം എന്ന് പറയും. ഇത് ഈ ജഡ്ജി ഈ സമയത്ത് അവിടെ പോയി ഇത് അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഈ ശബരിമല അയ്യപ്പന്റെ ആഗോള സംഗമം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.